ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ്? അപ്പോൾ ഇന്ന് ഞാനൊരു ഫുൾ ഡേ വ്ളോഗാണ് കാണിക്കുന്നത്. രാവിലെ മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊരു വെറൈറ്റി ആയിട്ടാണ്, നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഞാൻ കുറച്ച് ടിപ്സും അതുപോലെ തന്നെ ഒന്ന് രണ്ട് ചെറിയ റെസിപ്പീസൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്ന കുക്കിങ്ങും ക്ലീനിങ്ങും ഒന്നും അല്ലാണ്ട് നമുക്ക് വീട്ടിലിപ്പം ആളില്ലാത്തൊരവസ്ഥ, അതായത് ഇപ്പോൾ ഇന്നത്തെ ഈ കാണിക്കുന്ന ദിവസം ഞാനും ചെറിയ മോളും മാത്രമേ വീട്ടിലുള്ളൂ. ലഞ്ചിനൊന്നും ഹസ്ബൻഡും വലിയ മോളൊന്നും വരില്ല കേട്ടോ. അപ്പോൾ അതോടെ തന്നെ ലഞ്ചൊന്നും ഉണ്ടാക്കണ്ട. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ അതൊക്കെയാണ് ഞാനിതിലൂടെ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ള ആൾക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് നോക്കാം കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം ആദ്യം തന്നെ ഹസ്ബൻഡ് മോളൊക്കെ പോയതിന് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ റേക്കാനൊക്കെ ഒന്ന് ഉറക്കിയിട്ട് ഞാൻ പുറത്തേക്കാണ് ഇറങ്ങിയത്. അപ്പോൾ ചെടികളും പുല്ലൊക്കെ ഒന്ന് നനയ്ക്കാമെന്ന് കരുതി. സാധാരണ ഈ കാര്യങ്ങളൊക്കെ ഹസ്ബൻഡാണ് ചെയ്യൽ. അപ്പോൾ അന്ന് ഹസ്ബൻഡിന് വർക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ നേരത്തെ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാനൊന്ന് ചെടിയൊക്കെ നനയ്ക്കാമെന്ന് കരുതി. അതുപോലെ തന്നെ മുറ്റത്ത് ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ വീണെടുക്കുന്ന ചപ്പുചവറുകളൊക്കെ ഒന്ന് എടുത്ത് മാറ്റി. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഡെയിലി ഒന്നും മുറ്റം അടിച്ചു വരലില്ല. അത്യാവശ്യം മോശമായി തോന്നുമ്പോൾ മാത്രമേ അടിച്ചു വരുള്ളൂ കേട്ടോ. പിന്നെ എനിക്ക് ചെറിയ രീതിയിൽ ഡസ്റ്റ് അലർജി ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ പുറത്ത് ഇങ്ങനെ ഒരു സിങ്ക് പോലെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള ദിവസങ്ങളിലാണ് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അകത്തേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ നോക്കിയപ്പോഴും റേക്ക് ഉറങ്ങാനാണ്. കാരണം അവൾ രാത്രി കുറച്ച് സമയം ഉണർന്ന് കിടന്നിട്ട് ഇപ്പോൾ രാവിലെ ലേറ്റായിട്ടാണ് ഉറങ്ങിയത്. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഉറങ്ങുമെന്ന് തോന്നി. അപ്പോൾ ആ ഗ്യാപ്പിന് മാക്സിമം കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ ആദ്യം ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടു. പിന്നെ ഞാൻ ഫ്രിഡ്ജിലൊരു സേമിയ ബാർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഹസ്ബൻഡിൻ്റെ മുകളിലൊക്കെ ഒരു കഴിച്ച് കഴിഞ്ഞിട്ട് ഞാനവിടെ ബാലൻസ് വെച്ചത് തന്നെ. അപ്പോൾ കഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ എനിക്ക് തോന്നി എന്തായാലും അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഒന്ന് ഉണ്ടാക്കാമെന്ന് കരുതി. കാരണം ഇവിടെ എന്തായാലും പാലുണ്ട്, അതുപോലെ തന്നെ സേമിയൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ അതൊന്നും ഉണ്ടാക്കാമെന്ന് കരുതിട്ടോ. അപ്പോൾ എന്തായാലും കുക്കിംഗ് ഒന്നും ചെയ്യേണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സമയമുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ കരുതി. അപ്പം മോക്കാണെങ്കിലും വൈകുന്നേരം സ്കൂളിൽ വരുമ്പോൾ സർപ്രൈസ് ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഒക്കെ നല്ല ഇഷ്ടമായിട്ട് കഴിഞ്ഞിട്ടത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് പാലൊഴിച്ചിട്ട് അതിൽ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. പിന്നെ അതിലേക്ക് നമ്മൾ എത്രയാണോ പാലെടുത്ത് അതിൻ്റെ അരഭാഗം വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിലധികം പഞ്ചസാര തന്നെ ചേർക്കുന്നുണ്ട്. എനിക്ക് ഓൾറെഡി നല്ല മധുരം ഇഷ്ടമാണ്. പിന്നെ നമ്മൾ ഫ്രീസ് ചെയ്യണ എല്ലാ കാര്യങ്ങളും കുറച്ചും കൂടി നമ്മൾ മധുരം ചേർക്കണം. എന്നാലാണ് നല്ല തണുത്ത് വരുമ്പോൾ ആവശ്യത്തിനുള്ള മധുരം ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ അത് ചെറിയ സ്പൂണാണ് കേട്ടോ, അതുകൊണ്ടാണ് കുറേ പ്രാവശ്യം ഇട്ടത്. പിന്നെ ഒരു പിഞ്ച് ഉപ്പും അതുപോലെ തന്നെ ഒരു സ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് ഇളക്കി ആ പാലൊന്ന് ഏകദേശം നമ്മൾ തിളച്ച് വരണം. പിന്നെ ഞാനിതാ ഇവിടെ ഈ ഒരു സേമിയാണ് എടുത്തത്. അപ്പോൾ ഇതിവിടെ ബാലൻസ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു പിഞ്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കുറച്ച് സേമിയ കുറവുള്ള പോലെ തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടി ഇട്ടെടുത്തു. അപ്പോൾ ഏകദേശം ഒരു 1.25 കപ്പോളം സേമിയ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി അത് ഇതുപോലുള്ള പോപ്സിക്കിൾ മൗൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ചൊന്ന് ചൂടാറിയിട്ട് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് മൊത്തത്തിൽ ഉരുകി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിത് പറഞ്ഞുണ്ടാക്കിയ പോലെ തന്നെ അതേതായാലും ഉണ്ടാക്കിയത് ഓൾമോസ്റ്റ് ആ ഒരു മോൾഡിലേക്ക് തന്നെ കംപ്ലീറ്റ് ആയിട്ട് നിറയ്ക്കാൻ പറ്റി. ബാലൻസ് ഒന്നും വന്നില്ല കേട്ടോ. ഇനി അത്യാവശ്യം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഇത് ഫ്രീസറിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഞാനിതാ മേലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഇതുപോലെ ഇങ്ങനെ സ്റ്റെയറിൽ വെക്കാട്ടോ ചെയ്യുക. മേലേക്ക് കയറുന്ന സമയത്ത് മൊത്തത്തിൽ എടുക്കുക ചെയ്യുക. അപ്പോൾ നേരത്തെ പറയുന്ന പോലെ തന്നെ നമുക്ക് കുറച്ച് വാഷ് ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ അലക്കിയത് എടുക്കാൻ ഇസ്തിരിടാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇസ്തിരിടാനുള്ളതൊക്കെ ഞാനിതുപോലെ എപ്പോഴെങ്കിലും ഒരിക്കൽ ആദ്യ ആഴ്ചയിൽ ഒരിക്കൽ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് റുട്ടീനൊക്കെ മാറി നമ്മൾ പുതിയ വീട്ടിലേക്കൊക്കെ മാറിയതിന് ശേഷം ഒന്ന് സെറ്റായി വരുന്നുള്ളൂ. അപ്പോൾ ആവശ്യമുള്ള സമയത്ത് ഞാൻ മൊത്തത്തിൽ ഒരു 5-6 10 ഇങ്ങനെ ഇട്ട് വെക്കുകയാണ് ചെയ്യൽ.
അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം ചിലരതൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് ചുളിഞ്ഞ് പോകും, പിന്നെ അത് ഇടാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ ചുളിയലൊന്നുമില്ല. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ചെയ്ത് വെക്കൽ എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ സാധാരണ നമ്മൾ ഇസ്തിരി ഇടുന്ന പോലെ മൊത്തം നന്നായിട്ട് ഇസ്തിരി ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഫോൾഡ് ചെയ്യാനുള്ളതൊക്കെ ഞാൻ ഫോൾഡ് ചെയ്ത് വെക്കും. അതായത് ഇപ്പോൾ ഫുൾ സ്ലീവ് ആണെങ്കിൽ ഹസ്ബൻഡിൻ്റെ കൈയൊക്കെ ഫോൾഡ് ചെയ്തിട്ടാണ് ഒരിടുക. അപ്പോൾ ഞാൻ അത് ഓൾറെഡി ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് അതിൻ്റെ മേലെ കൂടെ ഒന്ന് ഇസ്തിരി ഇട്ട് വെക്കും. അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ ഷോപ്പിൽ ബോക്സിലൊക്കെ ആക്കി വെക്കൂലേ ഷർട്ട്, അതുപോലെ അങ്ങനത്തെ രീതിയിൽ മടക്കി വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക ചെയ്യുക, നല്ല അമർത്തി വെക്കും. എന്നിട്ട് അത് നമുക്ക് വേണമെങ്കിൽ ഹാങ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ അതുപോലെ തന്നെ അങ്ങനെ കബോർഡിൽ വെക്കുകയൊക്കെ ചെയ്താൽ നമ്മൾ എങ്ങോട്ടേക്ക് പോവുകയാണെങ്കിലൊക്കെ ബാഗിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിലും ഒന്നും ചുളിഞ്ഞു പോകില്ല. ഇതേപോലെ തന്നെ നമ്മൾ എത്ര കാലം ഉണ്ടെങ്കിലും എടുക്കും. അപ്പോൾ നമ്മൾ എന്നാണോ എടുക്കുന്നത് അതുപോലെ തന്നെ ചുളിയാതെ എടുക്കും കേട്ടോ. അതേപോലെ തന്നെ വാഷ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫാബ്രിക് സോഫ്റ്റ്നർ അല്ലെങ്കിൽ കംഫർട്ടൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിയിപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് എടുത്താലും ആ ഒരു ഫ്രഷ്നെസ് ആ ഒരു ഡ്രസ്സിനുണ്ടാവും. പിന്നെ ഞാൻ മേലെ മൊത്തത്തിലൊന്ന് അടിച്ച് വരാമെന്ന് കരുതി, അടിച്ച് വാരി തുടയ്ക്കാമെന്ന് കരുതി കേട്ടോ. അപ്പം ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് ഇതാ എൻ്റെ അടിച്ച് വരുന്ന ചൂലും അതുപോലെ തുടയ്ക്കുന്ന ആ ഒരു മോപ്പും കാര്യങ്ങളൊക്കെ ഞാൻ മേലെ ഈ ഒരു യൂട്ടിലിറ്റി ഏരിയയിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് പുതിയതായിട്ട് വീട് എടുക്കുന്നവർക്കും ഒക്കെ ഒരു ഉപകാരമാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഇവിടെ ഞാനൊരു പൈപ്പും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തുടയ്ക്കാനൊക്കെ ഉള്ള വെള്ളം ഒക്കെ അവിടെ നിന്നാണ് ഞാൻ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാത്റൂമിലേക്ക് പോവുക, ബാത്റൂം വൃത്തികേടാവുക അങ്ങനെയൊന്നും ചെയ്യില്ല. പിന്നെ താഴേക്ക് തന്നെ എപ്പോഴും കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല. അതുപോലെ ഈ ഒരു ഏരിയ ഞാൻ മേലെ തുടയ്ക്കുന്ന ദിവസം തുടച്ചെടുക്കും. ഇതേപോലെ താഴെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ മോപ്പും ചൂലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എങ്ങനെ വെച്ചെന്നുള്ള ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പം ഇനി ഇതാ മോളെ റൂമും ഒന്ന് നീറ്റാക്കി വെക്കാണ്ട്, അതുപോലെ തന്നെ ഇവിടെയാണ് ഞാൻ മടക്കാനുള്ളതൊക്കെ കൊണ്ടുവന്നിടുക. അപ്പോൾ അതൊക്കെ മൊത്തത്തിൽ മടക്കി എടുത്ത് വെക്കാൻ പോകട്ടോ. അപ്പോൾ ഇത്രയും കഴിഞ്ഞപ്പോൾ തന്നെ ചെറുതായിട്ടൊരു വിശപ്പ് ക്ഷീണം പോലൊക്കെ തോന്നി. അപ്പോൾ ഞാനിവിടെ ഒരു സൂപ്പിൻ്റെ പാക്കറ്റ് ഉണ്ടായിരുന്നു, കപ്പ സൂപ്പ് ഉണ്ടല്ലോ നോറിൻ്റെ. നല്ല സിമ്പിളാണ് ഉണ്ടാക്കാൻ. വെറുതെ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. കുറച്ച് സമയം വെച്ചാൽ തന്നെ നല്ല തിക്കായി വരും. നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാൻ. സൂപ്പ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഒന്ന് ചെയ്ത് വെക്കാൻ പറ്റും. ചെറിയ എന്തോ പ്രൈസ് എന്തോ 10 രൂപ അങ്ങനെ എന്തോ ഉള്ളൂ കേട്ടോ പാക്കറ്റിന്. അപ്പോൾ ഞാനിത് ഇടയ്ക്ക് ഇവിടെ സ്റ്റോക്കാക്കി വെക്കലുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് അത് കുടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ റേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഓളൊന്ന് ഫ്രഷാക്കി കുറച്ചധികം സമയം ഓളെ കൂടെ ഒന്ന് സ്പെൻഡ് ചെയ്തിട്ടോ, ചെറുതായിട്ട് കളിപ്പിക്കലൊക്കെ ആയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓളെ നെഗൊക്കെ ഒന്ന് വെട്ടി കൊടുത്തിട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തിരക്കുള്ള ദിവസം നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, ഒക്കെ ചെയ്യാമെന്ന് കരുതും പക്ഷെ മറന്നു പോകും. അപ്പോൾ ഇന്ന് ഏതായാലും റിലാക്സ് ആയി ഇരിക്കുന്ന സമയം കൊണ്ട് തന്നെ അതൊക്കെ ചെയ്തിട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ, അതായത് എൻ്റെ ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫിന് ഞാൻ വിചാരിക്കുന്നതിലും കൂടുതൽ റെസ്പോൺസ് എനിക്ക് കിട്ടിയിട്ടോ. ഞാൻ അത്ര ഭയങ്കര വ്യൂസൊന്നും ഇല്ല, പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ചതിലും കൂടുതൽ വ്യൂസും കാര്യങ്ങളും അതുപോലെ തന്നെ കമൻറ്റും റെസ്പോൺസൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനെല്ലാവർക്കും താങ്ക്സ്. ഇനി ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണേ. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ ഹരിത കർമ്മസേനൻ്റെ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ പഞ്ചായത്തിൽ നിന്ന് വരുന്നതാണ് പ്ലാസ്റ്റിക് വേസ്റ്റൊക്കെ ശേഖരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് അടുത്ത ദിവസം അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരമായിട്ട് തീയിടാന്ന് കരുതി വെച്ചതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ഇതിലാട്ടോ ഒക്കെ വെക്കുക. അപ്പോൾ ഏതായാലും അവർക്ക് കൊടുത്തത്, അവർക്കിത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മളൊരു 50 രൂപയും കൂടി കൊടുക്കണം കേട്ടോ. പിന്നെ വൈകുന്നേരം കേശ് വരാനായപ്പോൾ ഞാൻ ചെറുതായിട്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ടൊരു സ്നാക്ക് ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അവൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവളെ ഫ്രഷ് ആകാൻ വിട്ടതാണ്. അപ്പോൾ ഇത് മറയൂർ ചക്കരയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഒന്ന് അലിയിച്ചെടുക്കാൻ പോകണം, ശർക്കര പാനിയാക്കി എടുക്കാൻ പോകാം കേട്ടോ. പാനിയായി വന്നാൽ അതിലേക്ക് ചെറിയ ജീരകമാണ് ചേർക്കുന്നത് കുറച്ച്, അതുപോലെ തന്നെ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അവൽ വിളയിച്ച് കഴിച്ചിട്ടുണ്ടാവും, ഇത് അവൽ വരട്ടിയതാണ്. അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങയും കൂടി ചേർക്കുന്നുണ്ട്, ഒരു അരമുറിൻ്റെ കുറച്ച്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പൊരിയവിലാണ് എടുത്തത്. ഇതിവിടെ പൊരിയവിൽ ഉള്ളതുകൊണ്ടാണ് എടുത്തത്, സാധാ അവൽ വേണമെങ്കിൽ അതും എടുക്കട്ടോ. എന്നിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലഞ്ചിന് ഞാൻ നൂഡിൽസ് ഉണ്ടാക്കി കഴിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അവിടുന്ന് ഹസ്ബൻഡിൻ്റെ ഉമ്മ വിളിച്ചപ്പോൾ അവിടെ പോയിട്ട് പിന്നെ ലഞ്ച് കഴിച്ചിട്ടോ.
അപ്പോൾ കേശ വന്നിട്ട് ആ ഒരു ഐസ്ക്രീമിൽ ഇത് കണ്ടിട്ട് ഭയങ്കര ഹാപ്പിയിൽ നിൽക്കുകയാണ്. പക്ഷേ സേമിയ ഐസ്ക്രീമൊന്നും അവർക്ക് അറിയില്ല കേട്ടോ. ഞാൻ ഇടയ്ക്ക് ജ്യൂസൊക്കെ അടിച്ച് ബാക്കിയുണ്ടെങ്കിൽ ഐസാക്കി കൊടുക്കലുണ്ട്. അപ്പോൾ ഏതായാലും ഓളത് ആസ്വദിച്ച് കഴിക്കാം കേട്ടോ. പിന്നെ അത്യാവശ്യം നല്ല പാകമായി വന്നപ്പോൾ അതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കുക. ഞാനിവിടെ റേസിൻസ് മാത്രമേ ഉള്ളൂ, അത് ചേർത്ത് പിന്നെ ഒരു സ്പൂൺ നെയ്യും കൂടി ചേർത്ത് നന്നാക്കി വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല കോരി കഴിക്കാൻ നല്ല ഈസിയാണ്. ഇനിയിപ്പോൾ കാണിക്കുന്നത് ഡിന്നറിനുള്ള പ്രിപ്പറേഷനാണ്. നമ്മൾ ലഞ്ചൊന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് തന്നെ രാത്രിയിലേക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടേ. അപ്പോൾ ഞാൻ ഇറച്ചിയും പൂളായിട്ട് ഉണ്ടാക്കുന്നത്. ഇറച്ചി പൂള എന്ന് പറഞ്ഞാൽ ചിക്കൻ ഇട്ടിട്ടുള്ള പൂളാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി ഞാൻ മുന്നേ എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഭയങ്കര ഡീറ്റെയിൽഡ് എല്ലാ കാര്യങ്ങളും കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്പെഷ്യലാണ്. ഹസ്ബൻഡാണ് ഇത് സാധാരണ ഉണ്ടാക്കുന്നത്. ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ തന്നെ നോക്കിയിട്ട് റെസിപ്പി എടുത്തിട്ടാണ് ഞാനും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡാണ് അന്ന് ആ വീഡിയോക്ക് വേണ്ടിയിട്ട് എനിക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. സ്ഥിരമായിട്ട് ഇത് മൂപ്പരന്നെ ഉണ്ടാക്കലേ. അപ്പോൾ ആ റെസിപ്പീൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടെ, എല്ലാവരും പോയിട്ട് കണ്ടുനോക്കുക. പിന്നെ എൻ്റെ ഒരു കുഞ്ഞ് ഹെൽപ്പിംഗ് ഹാൻഡ്സ് നിങ്ങൾ ഇതിൻ്റെ ഇടയിൽ കാണുന്നുണ്ടാവും കേട്ടോ. അത്യാവശ്യം നല്ല ഹെൽപ്പ് ഒന്ന് ചെയ്തു തരുമേ. ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ വന്ന് ചൊറിഞ്ഞുകൊണ്ട് നിൽക്കും. അപ്പോൾ എന്തെങ്കിലും ഇതുപോലത്തെ പണിയൊക്കെ കൊടുക്കും കേട്ടോ. ചെയ്യാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു കണക്കിന് മക്കൾ നമ്മളിതുപോലെ ചെയ്യുന്ന പണിയിലൊക്കെ കൂട്ടുന്നത് വേറെ രീതിയിലും നല്ലതാണ്. കാരണം ഫാമിലിനോട് ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവും അവർക്ക്. അല്ലാതെ അവരെ വഴിക്ക് ഫോണൊക്കെ ആയിട്ട് വിട്ട് കഴിഞ്ഞാൽ അവർക്ക് വേറെ തന്നെ ഒരു ലോകമായി മാറും. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഇതുപോലെ നമ്മൾ കൂടെ കൂട്ടുന്നത് നല്ലതാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കുക, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ പണി ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അത് ഏത് പ്രായത്തിലുള്ള ആൾക്കാരാണെങ്കിലും നമ്മൾ ആണ് പെണ്ണെന്നുള്ള വേർതിരിവ് ഉണ്ടാക്കരുത്. അത് ഒരുപോലെ കൊടുക്കുക. അത് പിന്നീട് നമുക്ക് തന്നെ ഒരു ദോഷമായിട്ട് വരും. നമ്മളങ്ങനെ ആൺകുട്ടികൾ ഇത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു നിന്നാൽ. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം വയ്യാതെ കിടക്കുകയാണ്, നമ്മൾ വീട്ടിൽ ഹസ്ബൻഡും ഇതുപോലെ ഈ ആൺകുട്ടികളും മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വയ്യാണ്ടല്ല പണി എടുക്കേണ്ടി വരും. ആദ്യമേ അവരത് ശീലിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്കത് ചെയ്യാൻ കുറച്ചിലാവും, മടിയാവും. ഇനി ഭാവിയിൽ നമുക്ക് വരുന്ന മരുമക്കളാണെന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഒരു കൈസഹായം കിട്ടൂലേ. അപ്പോൾ ഹസ്ബൻഡാണെന്നുണ്ടെങ്കിലും ചെറിയ രീതിയിലുള്ള പണികളൊക്കെ അവരെ കൊണ്ടും ചെയ്യിപ്പിക്കാം കേട്ടോ. മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പോലെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കണം എന്നല്ല പറയുന്നത്. നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, നമ്മളെ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ പറയാം. ഒന്ന് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചാൽ ചെയ്തു തരാത്ത ഹസ്ബൻഡുകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ചെറിയ പണികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എണീറ്റ് വന്നിട്ടായിരിക്കും ചിലപ്പോൾ അവർ ലാസ്റ്റ് എണീറ്റ് വരുന്നുണ്ടാവുക. അപ്പോൾ അവർ എണീക്കുന്ന സമയത്ത് ബെഡൊക്കെ ഒന്ന് തട്ടി റെഡിയാക്കുക, അതുപോലെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തു വെക്കുക. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നാൽ തന്നെ നമുക്കൊരു കൈസഹായം തന്നെയാണത്. പിന്നെ അവർ പുറത്ത് പോയി ജോലി ചെയ്ത് വരുന്നവരാണ്, ആ ഒരു പരിഗണന എന്തായാലും കൊടുക്കണം കേട്ടോ. ഇനി ഹുസ്ന അത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ പോയിട്ട് എല്ലാ പണി എടുക്കണം എന്നൊന്നും പറയാൻ നിൽക്കരുതേ. എല്ലാ കാര്യത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു രീതിയിലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ മുന്നോട്ട് പോവാം. അപ്പോൾ നമ്മൾ അടിപൊളി ഇറച്ചിയും പൊളി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പീസൊക്കെ. അതേപോലെ തന്നെ എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.